അക്കാലത്ത് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോട് കൂടിയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ ബദ്ധസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ. ദൈവവചനമാണ് നാം കേട്ടത്. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ. ആമേൻ. ഇരിക്കുക. ഈശോമിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് തപസ്സുകാലത്തിൻ്റെ 1-ാമത്തെ ഞായറാഴ്ച. കർത്താവിൻ്റെ ഉപവാസത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ കർത്താവിൻ്റെ ഉപവാസത്തിൻ്റെ കാരണവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉപവാസം അർത്ഥവത്തായി അതിന് അനുഷ്ഠിച്ചും കൊണ്ട് അതിൻ്റെ ദൈവിക ലക്ഷ്യം പ്രാപിക്കാൻ കഴിയും. യേശുവിൻ്റെ ഉപവാസത്തിലെ അവസാനം എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ യേശുവിൻ്റെ ഉപവാസത്തിൻ്റെ ആദ്യം എന്ത് സംഭവിച്ചു, അതിൻ്റെ മധ്യം എന്ത് സംഭവിച്ചു എന്നറിയാൻ പറ്റും. അന്ത്യം അറിഞ്ഞാൽ ആദ്യവും മധ്യവും നമുക്കറിയാൻ പറ്റും. യേശുവിൻ്റെ ഉപവാസത്തിൻ്റെ അന്ത്യം എന്തായിരുന്നു? അതെങ്ങനെയാണ് അത് കലാശിച്ചത്, അവസാനിച്ചത്? എങ്ങനെയാണ് ആ സമയത്തിൻ്റെ പൂർണ്ണത വന്നത്? കർത്താവ് ഉപവാസം കഴിഞ്ഞ് സംസാരിക്കുന്ന ഒത്തിരി സംസാരങ്ങളുണ്ട്. അതിലൊന്ന് സുവിശേഷത്തെക്കുറിച്ചാണ്, ഒന്ന് അനുതാപത്തെക്കുറിച്ചാണ്, ഒന്ന് സമയത്തെക്കുറിച്ചാണ്. സമയം പൂർത്തിയായി, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ 3 ഘടകങ്ങൾ: സമയത്തിൻ്റെ പൂർത്തീകരണം, പിന്നെ അനുതാപം, പിന്നെ സുവിശേഷം. ഇത്രയും കാര്യങ്ങൾ യേശു പറഞ്ഞു ഉപവാസം കഴിഞ്ഞപ്പോൾ. അങ്ങനെ പറയാൻ വേണ്ടി യേശുവിനെ പ്രേരിപ്പിച്ചത് എന്താണ്? സമയം പൂർത്തിയായെന്ന് പറയാൻ യേശുവിനെ പ്രേരിപ്പിച്ചത് എന്താണ്? അനുതപിക്കാൻ പറയാൻ യേശുവിനെ പ്രേരിപ്പിച്ചത് എന്താണ്? സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറയാൻ യേശുവിനെ ഈ അനുതാപകാലത്ത് പ്രേരിപ്പിച്ചത് എന്താണ് എന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഉപവാസത്തിൻ്റെ അവസാനം യേശുവിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയണം. ഉപവാസത്തിൻ്റെ അവസാനം യേശുവിന് എന്ത് സംഭവിച്ചു? വിശുദ്ധ ലൂക്കാസ് വിശേഷമാണത് റിപ്പോർട്ട് ചെയ്യണത്. 2:14 എന്താണ് പറയണത്? ലൂക്ക 4:14 എന്താണ് പറയണത്? അവൻ
ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ട് ഗലിയിലേക്ക് വന്നു. അപ്പോൾ അവന് അവസാനം സംഭവിച്ചത് എന്താണ്? ഉപവാസത്തിൻ്റെ അവസാനം ആത്മാവിൽ ശക്തിപ്പെടുകയാണ്. അപ്പോൾ ഉപവാസത്തിൻ്റെ ലക്ഷ്യമെന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന ആത്മാവിനേക്കാളും അതിൻ്റെ പ്രവർത്തനത്തെക്കാളും നോൻപ് ഉപവാസം കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മാവിനാൽ അഭിഷേകം സിദ്ധിക്കണം. ഇതൊരു ദൈവ വഴിയാണ്. ആത്മാവിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉദ്യോഗം മനുഷ്യനെ ശക്തിപ്പെടുത്തുകയാണ്. ഇങ്ങനെ ആത്മാവിൻ്റെ ശക്തി ആർജിക്കാൻ വേണ്ടിയാണ് അവൻ 3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അവൻ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. 2, അവൻ വന്യമൃഗങ്ങളുടെ കൂടെ ചിലവഴിച്ചു, കാട്ടുമൃഗങ്ങളുടെ കൂടെ ചിലവഴിച്ചു. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, അവൻ ജഡത്തിൽ വിശപ്പ് അനുഭവിച്ചു. 2, അവൻ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. 2, അവൻ ജഡത്തിൽ വിശപ്പ് അനുഭവിച്ചു. 3, അവൻ കാട്ടുമൃഗങ്ങളുടെ കൂടെ വ്യാപരിച്ചു. നമുക്ക് ജീവിതം ഉപവാസം കാലമായി എന്ന് പറയണമെങ്കിൽ നമുക്കൊരു നോൻപ് കാലം വരണമെന്നില്ല. നോൻപ് കാലം സഭ നൽകുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് അക്കാലത്ത് നമ്മൾ പ്രത്യേകമായ കൃപ ആർജിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ലിറ്റർജിക്കലായിട്ട് ആരാധനാക്രമം അനുസരിച്ച് വരുന്ന നോൻപ് കാലം ഉപവാസകാലം പോലെ തന്നെ നമ്മുടെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നോൻപ് കാലം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിലൊരു സന്ദർശനമാകും. ചിലപ്പോൾ നമ്മൾ കാട്ടുമൃഗങ്ങളുടെ കൂടെ ആയിരിക്കും. മർക്കോസിൻ്റെ ഒരു സുവിശേഷത്തിൻ്റെ പ്രത്യേകത, ഇങ്ങനെ പോഷ് ചെയ്തിങ്ങനെ സുഖിപ്പിച്ച് പറയത്തില്ല. വളരെ റഫായിട്ട് സംസാരിക്കുന്ന ആളാണ് മർക്കോസ്. അങ്ങേര് മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവർ കാട്ടുമൃഗങ്ങളുടെ കൂടെയായിരുന്നെന്ന്. കാട്ടുമൃഗങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ. കാട്ടിലെ നീതി എന്താണ്? കാട്ടിലെ നീതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് മനുഷ്യത്വമോ കരുണയോ ഒന്നും ലഭിക്കണം നീതിയല്ല. അവിടെയെല്ലാം കൈക്കരുത്തുള്ളവർ എപ്പോഴും കാര്യക്കാരനായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായി ബലഹീനൻ, അത്രയും സ്വാധീനമില്ലാത്തവൻ അവിടെ പ്രതിഷ്ഠിക്കപ്പെടും. ജനാധിപത്യത്തിൻ്റെ തന്നെ എല്ലാ പരിലാളനങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ നമ്മൾ കാട്ടുനീതി അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താ കാരണം? നീയും വേറെ ഒരു മനുഷ്യനും കൂടി ബാങ്കിൽ ചെന്ന് നോക്കുക. നിങ്ങൾ 2 പേരും ലോൺ ആവശ്യപ്പെടുന്നു. ഒരാൾക്ക് മാത്രമേ ലോൺ കൊടുക്കാനുള്ളെങ്കിൽ ഒരുപക്ഷെ അതിനുള്ള യോഗ്യത നിനക്കാണെങ്കിലും ബാങ്ക് മാനേജറിനോട് അടുപ്പമുള്ള ആൾക്കാർക്ക് ആ ലോൺ കിട്ടും. അതാണ് കാട്ടുനീതി എന്ന് പറയുന്നത്. എന്താ കാര്യം? അവിടെ ഒരു സ്വാധീനത്തിൻ്റെ കരുത്തുണ്ട്. ഈ സ്വാധീനത്തിൻ്റെ കരുത്ത് എല്ലായിടത്തുമുണ്ട്. PSCയിലൊക്കെ ആ റാങ്ക് ലിസ്റ്റിനെ എടുത്ത് എറിഞ്ഞ് കളഞ്ഞുകൊണ്ട് സ്വന്തക്കാരെ നിയമിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കാട്ടുനീതിയുണ്ട്. ഒരു പക്ഷേ അതിനെതിരെ ഇപ്പോഴും ബില്ല് വരാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. പക്ഷേ എങ്കിലും നമ്മളോർക്കും ഇത്രയും നമ്മൾ വെളിച്ചത്തിരുന്ന് പ്രാർത്ഥിച്ചു, പഠിച്ചു, കഷ്ടപ്പെട്ടു, ഈ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പപ്പനെ അമ്മയും മരുന്ന് കൊടുക്കാൻ പറ്റാതെ വരും, അവർ മരുന്നില്ലാതെ മരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരിയേറെ പ്രതീക്ഷിച്ച് നമ്മൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറിയ ആൾക്കാരാണ് നമ്മൾ എന്ന് വിചാരിച്ചോ. പക്ഷെ ഒരു റാങ്കുമില്ല. കോപ്പി അടിച്ചവൻ ഉദ്യോഗം കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? കോപ്പി അടിച്ചവൻ ഉദ്യോഗം കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? കാട്ടുനീതിയാണത്. പക്ഷെ ഒരു വിശ്വാസി എപ്പോഴും ഇങ്ങനെ കാട്ടുമൃഗങ്ങളുടെ കൂടെ ആയിരിക്കും.
അത് ജീവിതത്തിൻ്റെ ഒരു രീതിയാണത്. പക്ഷേ ഈ സമയത്ത് നീ വിശ്വാസിയാണെങ്കിൽ നീ കുലുങ്ങത്തില്ല. എന്താ കാരണം? നീ അനുഭവിക്കുന്ന ഒരു സമൂഹം പരിഷ്കൃതമായി വരുമ്പോൾ കൂടുതൽ കൂടുതൽ അനീതികളുടെ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കും. അടയുന്നവരെ അവൻ അക്രമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. പക്ഷേ പരിഷ്കൃത സമൂഹം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കൊണ്ട് പുതിയ പുതിയ അനീതികളും പുതിയ പുതിയ അസമത്വങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെയൊക്കെ നമ്മൾ പഴുതുകൾ അടച്ചാലും പുതിയ അനീതികൾക്കും കാട്ടുനീതികൾക്കും മനുഷ്യൻ വശംവദനാകും. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ശക്തി പോകും. കാര്യം നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ തളരുന്നു. ഇനി തളരുന്ന മക്കൾ, ജോലിയില്ലാതെ തളരുന്ന മക്കൾ, സത്യസന്ധമായിട്ട് ജീവിച്ചിട്ടും പീഡാനുഭവങ്ങളേറ്റ് തളരുന്ന മക്കൾ, നിങ്ങളെ തളർത്തിയത് ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങളും കാട്ടുമൃഗങ്ങളായിട്ട് രൂപാന്തരപ്പെടും. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നിങ്ങളെ തളർത്തിയത് ആരാണ്, നിങ്ങൾക്ക് അർഹമായത് അടിച്ചു മാറ്റിയത് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ചിലപ്പോഴും നിങ്ങൾക്കിരുന്ന് പഠിക്കാനുള്ള സൗകര്യം വീട്ടിൽ ചെയ്ത് തന്നിട്ടില്ല, അഥവാ നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പഠിക്കരുതെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചിലപ്പോൾ പുസ്തകങ്ങൾ വരെ കട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവൾ പഠിച്ച് ഗമിയാകേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് ഉദ്യോഗം കിട്ടി എൻ്റെ മേൽ മീശ പിരിക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പോരുകളുള്ള കുടുംബത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഹസ്ബൻഡ് തന്നെ പറയും, എനിക്ക് നാട്ടിലെ ജോലിയാണ് ഉള്ളത്, അപ്പം നീയായിട്ട് ഇവിടെ കേമിയായിട്ട് സർക്കാർ ഉദ്യോഗം മേടിക്കേണ്ടെന്ന് പറയും. അപ്പോൾ മനഃപൂർവ്വം ചില ഹസ്ബൻഡുമാർ പറയും, നീ ജോലി ഉള്ളവരോട് പറയും, നീ ജോലി രാജിവെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ മതി, എനിക്ക് നീ ജോലി ഉള്ളപ്പോൾ എനിക്ക് കോംപ്ലക്സ് ആണെന്ന് പറയും. അതിന് കോംപ്ലക്സ് ആണ്, പക്ഷെ അത് പുറത്ത് പറയത്തില്ല. ജോലിയുള്ള വൈഫെന്ന് പറയുമ്പോൾ എപ്പോഴും ഹസ്ബൻഡ് വിചാരിക്കും, ഇനിയിപ്പം ജോലി എനിക്കില്ല, ഇവൻ ജോലിയുള്ള അവരെ സർക്കാർ ഓഫീസിൽ പോയി ലൈൻ അടിക്കുമോ, ഇങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കേണ്ടത്. കുറേ പേരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെയെല്ലാം കാട്ടുമൃഗങ്ങളെ കണ്ടെത്തും. കാട്ടുമൃഗങ്ങൾ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കും. ഇവരെല്ലാം ചെയ്യണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഉപവാസത്തിൻ്റെ കാലം ഇതെല്ലാം ഇങ്ങനെ ഒരു സ്മെല്ല്. ഞാൻ കാട്ടിൽ ഒത്തിരി പ്രാവശ്യം പോയിട്ടുള്ള ആളാണ്. എനിക്ക് ചൂരുകൾ അറിയാൻ ശരിക്കും. ഞാൻ പറയുന്ന ചൂരുകൾ കറക്റ്റുമായിട്ടുണ്ട്. കാട്ടുപോത്തിൻ്റെ ചൂരെന്താണ്, പന്നിയുടെ ചൂരെന്താണ്, ആനച്ചൂരെന്താണ്, അതെവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും എനിക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ നമ്മുടെ ഈ സ്മെല്ല് നമ്മുടെ വീട്ടിൽ അനുഭവിക്കും നമ്മൾ. അപ്പോഴും നിൻ്റെ ഉപവാസത്തിൻ്റെ കാലമായെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ നിൻ്റെ ഉപവാസത്തിൻ്റെ കാലമായി. കാട്ടുനീതി വീട്ടിൽ സംഭവിക്കാൻ പോകുന്നു. നിനക്കിവിടെ നീതി ലഭിക്കത്തില്ല. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? നീ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. കാര്യം നിന്നെ സന്ധിക്കേണ്ടവരെ നിന്നെ സന്ധിക്കത്തില്ല. നിൻ്റെ ഓഹരി ജോലി ചെയ്തുകൊണ്ട് അമ്മയാണ് നിന്നെ സന്ധിക്കേണ്ടത്. അവൾ പഠിക്കട്ടെ എന്ന്. അമ്മയും ചിലപ്പോൾ നിന്നെ സന്ധിക്കാൻ പറ്റില്ലെന്ന് വരും. നിൻ്റെ തണൽ വെട്ടിമാറുമ്പോൾ സ്വാഭാവികമായും നീ മരുഭൂമിയിലാകും. അമ്മ തണൽ വെട്ടിമാറുമ്പോൾ ചിലപ്പോൾ മരിച്ചു പോയെന്ന് വരാം. ചിലപ്പോൾ നിന്നെ വേണ്ട വിധം സന്ധിക്കുന്നതിന് പകരം ചില മരുമക്കൾ പറഞ്ഞില്ലേ, അവരുടെ മക്കളെയാണ് അമ്മ നോക്കണത്, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കത്തില്ല എന്ന് പറയും. മകൻ്റെ പേരക്കിടാങ്ങളെ അമ്മ നോക്കത്തില്ല, മകളുടെ മകളെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയിട്ടുണ്ട്, അവരുടെ കാര്യങ്ങളാണ് അമ്മ അന്വേഷിക്കണമെന്ന് പറയും. അത് ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് തെക്കോട്ടും വടക്കോട്ടും നോക്കിയിട്ട് വായും പൊളിച്ച് നിൽക്കും. നീ അടങ്ങ്, സമാധാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമെങ്കിലും ഒന്നും നടക്കത്തില്ല. അപ്പം നീ സ്വന്തമായിട്ട് വിറഞ്ഞു തുള്ളും, നീ കാട്ടുമൃഗമായി മാറും. അപ്പം നീ പറഞ്ഞു തുള്ളും, എൻ്റെ ഭർത്താവ് എനിക്ക് സപ്പോർട്ടില്ല, അമ്മയാണെങ്കിൽ അവരുടെ മകളുടെ കൂടെയാണ്, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എല്ലാത്തിനും ഞാൻ പണിക്കും, വരട്ടെ, എൻ്റെ പൊളിച്ചും പൂക്കും, എപ്പോഴായാലും എന്നും കൊന്നും ഇങ്ങനെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ പിന്നെയും വാശിയെടുത്ത് പഠിക്കും.
അപ്പോൾ നീ ഒരു കാട്ടുമൃഗമായി മാറും. അപ്പോഴും തണൽ മരങ്ങൾ വെട്ടിമാറ്റപ്പെടുക, നീ ആശിക്കുന്ന തണൽ നിനക്ക് കിട്ടാണ്ടിരിക്കുകയും, അത് അമ്മ തണലായാലും അപ്പൻ തണലായാലും നിനക്ക് തൽക്കാലം ആ തണലിലേക്ക് നിൽക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ നീ മരുഭൂമിയിലാകും. ഈശോ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഉപവാസത്തിൻ്റെ കാലമാണെന്നർത്ഥം. അപ്പം നിൻ്റെ ഉപവാസത്തിൻ്റെ കാലമാണിത്. കാര്യം എന്താണ്? നിൻ്റെ അപ്പൻ തണൽ, നിൻ്റെ അമ്മ തണൽ, സഹോദരങ്ങളുടെ തണലേ നിനക്ക് ലഭ്യമല്ലാതിരിക്കുകയും, ഇപ്പം ചേട്ടൻ പോയി രക്ഷപ്പെട്ടു, പക്ഷെ അനിയനെ കൊണ്ടുപോകത്തില്ല. അവനെ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറയുമ്പോൾ അമ്മ തിരക്കുമ്പോൾ ചേട്ടൻ്റെ വൈഫിൻ്റെ ആൾക്കാരോടാണ് കൂടുതൽ താല്പര്യങ്ങൾ. ചേട്ടൻ്റെ തണൽ പോയി. അപ്പം നീ മരുഭൂമിയിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരപ്പനെയും അമ്മനെയും ചേട്ടനെയും കണ്ടുകൊണ്ട് നിന്നെ സൃഷ്ടിച്ചിട്ടില്ല. നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് രക്ഷിക്കാനാവാത്ത വിധം കരം കുറുകിപ്പോകാത്ത കർത്താവിനെ ഓർത്തിട്ടാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സമയമെല്ലാം നീ ദൈവത്തിൻ്റെ സമയമാണ്. നീ ദൈവത്തെ കണ്ടെത്താനും ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവം മാത്രമേ എനിക്ക് തുണയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ നിറയാൻ വേണ്ടി നീ നിന്നെ തന്നെ എളിമപ്പെടുത്തേണ്ട സമയമാണ്. നിന്നെ തന്നെ അനുദപിപ്പിക്കേണ്ട സമയമാണ്. അതാണ് സമയത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. എന്നാണ് നിനക്ക് അനുതാപം ഉണ്ടാകുന്നത്, അപ്പോൾ നിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയായിരിക്കും. എന്നാണ് നിനക്ക് അനുതാപം ഉണ്ടായിക്കൊണ്ട് ദൈവത്തെ തിരിച്ചറിയണത്, മനുഷ്യൻ്റെ ശക്തിയേക്കാൾ ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയണത്, അന്നാണ് നിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണത. അനുതാപവും സമയത്തിൻ്റെ പൂർണ്ണതയും എന്തിനു വേണ്ടിയുള്ളതാണ്? സുവിശേഷത്തെ വിശ്വസിക്കാൻ. മനുഷ്യൻ്റെ വാക്കുകളിലല്ല, ദൈവത്തിൻ്റെ വാക്കുകളിലെ. എന്താണ് മരുഭൂമിയിലെ മാലാഖമാർ കർത്താവിനെ ശുശ്രൂഷിച്ചു എന്ന് പറയണത്? കഞ്ഞി വെച്ച് കൊടുക്കുകയായിരുന്നോ? അവന് ഉപവാസമായിരുന്നല്ലോ, അവന് പ്രാർത്ഥനയായിരുന്നല്ലോ. പിന്നെ എന്തിനാ അവനെ ശുശ്രൂഷിക്കേണ്ട ആവശ്യം? ഉപവസിക്കുന്ന ആൾക്കാരെ എന്നാ ശുശ്രൂഷ ആവശ്യമുണ്ട്? പിന്നെ എന്തിനാണ് ഈശോനെക്കുറിച്ച് മരുഭൂമിയിൽ അവന് മാലാഖമാർ ശുശ്രൂഷിച്ചു എന്ന് പറയണത്? അവൻ മാലാഖമാർ ശുശ്രൂഷിച്ചത് സ്വർഗീയ ഭക്ഷണം കൊണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് സ്വർഗീയ ഭക്ഷണം കർത്താവിൻ്റെ വചനമാണ്. അവൻ ഉപവാസം കഴിയുമ്പോൾ, പിശാച് പ്രത്യക്ഷപ്പെടുമ്പോൾ മാലാഖ കൊടുത്ത ഭക്ഷണമാണ് പിശാചിനോട് പറയണത്. എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനങ്ങൾ കൊണ്ടാണ്. ഉപവാസത്തിൻ്റെ കാലത്ത്, മരുഭൂമിയുടെ കാലത്ത്, കാട്ടുമൃഗങ്ങളുടെ കൂടെ അടരാടുന്ന കാലത്ത് നമ്മുടെ ഭക്ഷണം എന്താണത്? കർത്താവിൻ്റെ വചനമാണ്. നോൻപിൻ്റെ കാലം, ഉപവാസത്തിൻ്റെ കാലം, ഇതുപോലെ ജീവിത സഹനങ്ങളുടെ കാലം, മരുഭൂമിയിൽ തണൽ വിട്ടുമാറ്റപ്പെടുന്ന കാലം നീ ബൈബിൾ എടുക്കണം. കർത്താവിനെ ശുശ്രൂഷിച്ച ദൈവദൂതൻ നിന്നെയും ശുശ്രൂഷിക്കും, എന്നെയും ശുശ്രൂഷിക്കും. അങ്ങനെ വചനത്തിൻ്റെ കരുത്തിൽ വളർന്നുകൊണ്ട് നമ്മൾ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളാകാമെന്ന് നേരത്തെ നീ തീരുമാനിക്കണം. നിൻ്റെ ഉപവാസത്തെ ദൈവത്തിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി വീണ്ടും വന്നിരിക്കുന്ന നോൻപ് കാലത്തെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ ദൈവം നിന്നെ സഹായിക്കട്ടെ. അനുവർത്തിച്ച് നല്ല ക്രൈസ്തവരാകാൻ, നല്ല സാക്ഷ്യമുള്ളവരാകാൻ, എല്ലാത്തും അതിജീവിക്കാനുള്ള കരുത്തുണ്ടാകാൻ, കാട്ടുമൃഗങ്ങളെക്കാൾ വലിയ കരുത്തുണ്ടാകാൻ ദൈവം ഈ കുർബാനയിലൂടെ, വചനപ്രഘോഷങ്ങളിലൂടെ ദൈവം നിന്നെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പ്രിയമുള്ളവരെ, നാം ഇവരെ ഒന്നു ചേർന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ലോകം മുഴുവന് വേണ്ടിയും കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. ആഗോള കത്തോലിക്ക സഭയെയും തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ദൈവജനതയെ നയിക്കുവാൻ വേണ്ട എല്ലാവിധ ആത്മീയ കൃപാവരങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും സമർപ്പിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ നേതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങൾ ഓരോരുത്തരും അർപ്പിതമായ ദൗത്യം ജനത്തിൻ്റെ നന്മയിലും സമൂഹത്തിൻ്റെ സമാധാനത്തിലും രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിലും വേരൂന്നി നിർവഹിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മാഭിഷേകം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ,
കൃപാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന 50 ഡേയ്സ് വേൾഡ് ഫാസ്റ്റ് ആൻഡ് ഫെസ്റ്റ് ക്യാമ്പയിനിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ഏറെ പ്രത്യേകമായി ഇന്ന് ഭവനമില്ലാതെ വിഷമിച്ച് ഈ ഉപവാസ ദിനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ അവർക്കെല്ലാവർക്കും വലിയ ഒരു ഭവനമെന്ന ഒരു സ്വപ്നം പൂവണിയാൻ കനിവുണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഇപ്പോൾ വിശുദ്ധ ബലിയിൽ കൃപാസനത്തിലായിരുന്നു കൊണ്ടും ഓൺലൈനിലായിരുന്നു കൊണ്ടും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സമർപ്പിക്കുന്നു. അവരുടെ നാനാവിധമായ ആവശ്യങ്ങൾ, രോഗദുരിതങ്ങൾ, കടഭാരങ്ങൾ, ജീവിത വിഷമതകൾ, തൊഴിലില്ലാത്ത അവസ്ഥകൾ, ഭവനമില്ലാത്ത അവസ്ഥകൾ, തൊഴിൽ സുരക്ഷിതത്വമില്ലാത്ത മേഖലകൾ, ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടിൻ്റെ വേദനകൾ, കർത്താവിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ, ഓൺലൈൻ ഉടമ്പടിയിട്ടിട്ടുള്ളവർ, യൂക്കറിസ്റ്റിക് മീറ്റിൽ ജീവിത നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവർ, ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള മക്കൾ, കർത്താവെ അനുദിനം കൃപാസനത്തിലേക്ക് ജീവിത സങ്കടങ്ങൾ വിളിച്ച് പ്രാർത്ഥനാ സഹായം തേടിയിട്ടുള്ളവർ, അവരെല്ലാം കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ബലിയുടെ അത്ഭുത ശക്തിയാൽ അവർക്ക് സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ വർഷിക്കണമേ എന്ന് ഈ നോൻപ് കാലത്ത് പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയമുള്ളവരെ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, അങ്ങയുടെ മക്കൾ ഇപ്പോൾ വ്യക്തിപരമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ അങ്ങ് കനിവോട് തെക്കൻ പാർക്കണമേ. ഉപവാസത്തിൻ്റെ വലിയ കാലം ആത്മാവ് ശക്തീകരിക്കാൻ എല്ലാ ആഗ്രഹങ്ങളെക്കാൾ വലിയ ആഗ്രഹം ആത്മാവ് ശക്തീകരിക്കുകയാണെന്നുള്ള വലിയ ആധ്യാത്മിക ലക്ഷ്യം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. വലിയ സർവ്വശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും നന്മയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, കാഴ്ചവെക്കാനുള്ള ഈ യാഗദ്രവ്യങ്ങൾ വഴി ധന്യമായ കുദാശയോടെ തന്നെ ആരംഭം ആഘോഷിക്കുന്ന ഞങ്ങളെ അതിനെ യഥോചിതം യോഗ്യരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. സർവേശ്വര, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിർമ്മലമാനസരായി ആഹ്ലാദപൂർവ്വം ആണ്ടുതോറും പെസഹാരഹസ്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ അങ്ങ് വിശ്വാസികളെ അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിച്ചുവല്ലോ. അങ്ങനെ അവർ നവജന്മം പ്രാപിച്ച രഹസ്യങ്ങളിൽ കൂടെ പങ്കുചേർന്ന ഭക്തകൃത്യങ്ങളും പരസ്നേഹപ്രവൃത്തികളും കൂടുതൽ തീക്ഷ്ണതയോടെ നിർവഹിച്ചുകൊണ്ട് മക്കളുടെ കൃപാവരപൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമേ. ആകയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃതങ്ങളോടും ചേർന്ന് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്ന സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ
ഈ കാണിക്കകളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഈശോ അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവൻ അരുളുന്ന അപ്പവും നിത്യരക്ഷ നൽകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിന്, അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്ന ഏറ്റവും താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാവട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെത്തുക്കാൻ പാർക്കണമേ. ഫ്രാൻസിസ് മാർപ്പാപ്പയും എഴുപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനും എല്ലാ വിശ്വാസികളും വൈദികരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താലും മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും അപ്പോസ്തല ഗണത്തോടും ലോകാരംഭം മുതൽ അങ്ങേക്ക് പ്രിയങ്കരമായ വിധം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. ദൈവമേ, ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക്
ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നമ്മോട് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസ കൺപാർത്ത് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യയല്ല. അങ്ങയുടെ വാക്കു ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുള്ളവർ അവിടെ ഇരുന്നുകൊണ്ട് ആത്മാർത്ഥമായി ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.